സമു എന്താന്നറിയോ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്. കാരണം ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം നിങ്ങളുടെ അടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും. നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും. ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് വെച്ചാലും പറയുന്ന കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ. കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ. എന്നെ പറയാം, എന്ത് പറഞ്ഞാലും എന്നെ പറയാ, അത്ര തന്നെ. നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു, അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറഞ്ഞാൽ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ, ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നത് അവരെ മുന്നേ ചില പറഞ്ഞു, ഓ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരിയൊന്നും അല്ലാന്ന്. ഇങ്ങനെയൊക്കെ ഒരു അച്ഛന്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെയുള്ളത്. കയ്യില് പൂത്ത കാശും. കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പോൾ പുറങ്കാലം കൊണ്ട് ചവിട്ടി കളയുന്നു. കളയട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ. ഇപ്പം നിങ്ങൾ കേട്ട ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് വിഭജിക അയച്ച അവസാനത്തെ വോയിസാണ്. ഈ ഒരു വോയിസിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉത്തരവാദിത്വം ഒന്നുമില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുവാണ്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, നമ്മളെ ഒന്നും വില വെക്കുന്നില്ല. അതുപോലെ തന്നെ വെറുതെ 2-3 ദിവസമൊക്കെ വീട്ടിൻ്റെ വെളിയിൽ പോവുക, എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ അവൻ്റെ അച്ഛനാണെങ്കിൽ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ആണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തുള്ള രീതിയിലൊക്കെയാണ് സംസാരണം. അതുപോലെ തന്നെ അവൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് ഇത് കണക്ക് ഡിവോഴ്സൊന്നും വലിയ പുത്തരിയല്ല എന്നുള്ളൊരു കാര്യം, അവനെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. അതുപോലെ സഹോദരിയുടെ കാര്യമൊക്കെ. അപ്പം വിഭജിക ഈ ഒരു കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പിലൂടെ പറയുന്ന കാര്യമാണ് നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷമാണ് വിഭജിക ഒരു വലിയ തീരുമാനം എടുക്കുന്നതൊക്കെ. എന്തായാലും പോലീസും അതുപോലെ തന്നെ വിഭജികയുടെ കുടുംബമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം, ഈ ഒരു കുടുംബത്തിലുള്ള കുറേയധികം പേരും തൻ്റെ മകളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. അതിന് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടണം, അതിന് ഏതറ്റം വരെ പോകുമെന്നാണ് വിഭജികയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പം ന്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഏതറ്റം വരെയും പോകും അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി എന്നാണ് ആ ഒരു അമ്മയുണ്ടെങ്കിൽ മീഡിയാസിനൊക്കെ പറഞ്ഞേക്കുന്നത്. എന്തായാലും അവർ അന്വേഷണമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞാൽ മാത്രം എന്തുമാത്രം അതിനുശേഷം നടന്നിട്ടുണ്ട് വിഭജിക്ക് എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.